വിചാരിച്ചില്ല. എങ്ങനെയുണ്ട്? എനിക്ക് പറ്റില്ല തിന്നാൻ. ഞാൻ തോന്നി സമ്മതിച്ച് തല കറങ്ങണ പോലെ ഇല്ലേ? തലേ തല കറങ്ങുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൃന്ദ അർജുൻ. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്നൊരു പുതിയ ചലഞ്ച് ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇതെന്താ പാറ്റിട്ടാക്കോ? വേറൊന്നുമല്ല, ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താണിത്? ബുൾഡോസർ. ബുൾഡോസർ അല്ല, ബുൾഡാക്ക് സ്പൈസി നൂഡിൽസ് ആണ്. അതിനകത്ത് 2x സ്പൈസി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്തെന്നാ, ചിക്കൻ ഫ്ലേവർ രാമൻ നൂഡിൽസ് ആണ് ഗൈസ്. അപ്പോ ഇന്നത്തെ ചലഞ്ച് നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടിട്ടുണ്ടാവും. യെസ്, സ്പൈസി നൂഡിൽസ് ഈറ്റിംഗ് ചലഞ്ച് ആണ് ഗൈസ്. ഒന്നാമത്തെ കാര്യം, രാമൂട്ടൻ സ്പൈസി അധികം കഴിക്കാത്ത ആളാണ്. രാമൂട്ടിന് കൂടുതൽ ഇഷ്ടം എന്താണ്? പുളി, ഉപ്പ്, അങ്ങനത്തെ സോൾട്ടി ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇഷ്ടം. ആണല്ലേ? ഓക്കെ, ശരി. എനിക്ക് അത്ര കാര്യമില്ല. എന്നാലും ഞാനൊരു ചലഞ്ച് ഏറ്റെടുക്കാൻ വന്നേക്കാണ്. എനിക്ക് കുറച്ചും കൂടെ സ്വീറ്റ് ടൂത്ത് ആയിട്ടുള്ള പേഴ്സണാണ് ഞാൻ. എനിക്ക് ഭയങ്കര മധുരമുള്ള ഐറ്റംസ് ആണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഓൾറെഡി നമ്മുടെ ടീം നമുക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നൂഡിൽസ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് സോസും സംഭവങ്ങളൊക്കെ ഒഴിക്കണം. ഇടട്ടെ? ഇടട്ടെ? ഇതെന്താക്കണ്ടേ? ഫുള്ള് ഒഴിക്കും. അതല്ല, മുട്ടേരം തരുവര്. നമുക്കൊരു മുട്ട കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇത് ഇതിനകത്തുള്ള മുട്ടയല്ലല്ലോ അല്ലേ? ഓക്കെ. കഴിച്ചു കഴിഞ്ഞിട്ട് 4 മിനിറ്റ് ഇരിക്കണോ? ഓ വാവ്, നല്ല അരവണ പായസം പോലെ ഉണ്ട്. ചുവന്ന അരവണ പായസം ഒഴിക്കുമ്പോ ഒരു ബ്രൗണിഷ് കളർ ആയിട്ടുണ്ട്. രസമുണ്ട് ആ കറുപ്പ്. ഇനി അടുത്തത് നമുക്ക് ഈ ചില്ലി ഫ്ലേക്സ് ഇടാം. ഓരോരോ ചലഞ്ച് കൊണ്ടിരുന്ന ഞാൻ ആലോചിക്കുന്നു. നമുക്ക് ഇനി നല്ല രീതിയിൽ ഇത് അങ്ങോട്ട് ഇളക്കാം ഗൈസ്. വിശന്നിരിക്കാണ്, അതുകൊണ്ട് തന്നെ മൊത്തം ഞാൻ കഴിക്കും. നാശത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ഗൈസ്, എന്റെ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട് മൊത്തത്തില്. കഴിക്കാം. അപ്പൊ ഇത് കഴിച്ചിട്ട് 4 മിനിറ്റ് വെറുതെ ഇരിക്കണം എന്നാണ് പറഞ്ഞത്. 4 മിനിറ്റോ 10 മിനിറ്റോ എത്ര നേരം വേണമെങ്കിലും വെറുതെ ഇരിക്കാം. കാരണം സ്മെല്ല് നമുക്ക് അത്ര എരിവായിട്ട് തോന്നുന്നില്ല. കളർ നോക്കിയേ, കളർ ഇച്ചിരി സീനാട്ടോ. കളർ കണ്ടപ്പോ എനിക്ക് ഡൗട്ട് തോന്നി. കളർ കണ്ടിട്ട് ഇച്ചിരി സീനായ പോലെ ഉണ്ട്. പക്ഷെ ഇത് എത്രത്തോളം സീനാണ് ടേസ്റ്റില് എന്ന് നമുക്കറിയില്ല. അത് കഴിച്ചു നോക്കിയാൽ തന്നെ ആവേശം കാണുമ്പോഴേ ഇതിലെന്തോ പ്രശ്നമുണ്ട്. എനിക്കറിയാൻ പാടില്ല, ഞാൻ കഴിച്ചിട്ടില്ല. രണ്ടും ഒന്ന് തന്നെയാണ്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, മൊത്തം അവര് തന്നെ തന്ന സാധനങ്ങളാണ്. എന്റെ കയ്യെല്ലാം എന്തോ പോലെ ഉണ്ട്, മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. ചോപ്സ്റ്റിക് ഉണ്ടായിരുന്നു, നന്നായി തിന്നായിരുന്നു. അയ്യോ, ഇത്ര എരിവുണ്ടെന്ന് വിചാരിച്ചില്ല. എങ്ങനെയുണ്ട്? നോക്ക് ഗൈസ്, ഇത് ലിപ്സ്റ്റിക് അല്ല, ഇത് പിന്നെ നിന്നോ? ചുണ്ട് പൊട്ടിക്കാൻ എങ്ങനെയാണോ കഴിക്കുക? എന്റെ വിശപ്പ് മൊത്തം പോയി.
ഞാൻ കഴിക്കണേ, നീ കഴിച്ചാ എന്റെ മൊത്തം തീർന്നിട്ട് ഇവിടെ നിന്നല്ലേ ഇവിടെ വരെ നീറിക്കൊണ്ടേ ഇരിക്കണത്. മാത്രമേ നീരുന്നുള്ളൂ. ചുണ്ട് ചുണ്ടാണ് ചുണ്ട് ഇടുന്നുണ്ട് തല കറങ്ങണ പോലെ ഇല്ലേ? തലേ തല കറങ്ങുന്നത് പോടാ. എനിക്ക് പറ്റില്ല തിന്നാൻ. ഞാൻ തോന്നി സമ്മതിച്ച്. ടിഷ്യൂ ഒന്നുമില്ല. പോടാ. പക്ഷെ ഉള്ളരിയുന്നില്ല, ഇതല്ല എരിയുന്നത്. എന്നെ കൊണ്ട് ഔത് തോന്നണില്ല. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു, ആ വിശപ്പ് മൊത്തം പോയി. എന്ത് സാധനമാണ്? ബുൾഡാക്ക് തേങ്ങാക്കൊല. എനിക്ക് തലയില്ല, ഇങ്ങനെ ഒരു വല്ലാത്തൊരു ബസ്സിലല്ലേ അതെനിക്ക് ഇഷ്ടം. കാലല്ലോ അറിയാം. ഇവിടെ ഇത്രയും കഴിച്ചു എങ്ങനെ കഴിച്ചു? എന്റെ ഫോർക്ക് എന്താ നിന്റെ അഭിപ്രായം? പറ, എന്താ അഭിപ്രായം? ഇവിടെ നിന്ന് മരവിക്കണ പോലെയാണോ? എനിക്കിത് ഇവിടെ നിന്ന് എന്തോ ഒരു ഫീല് തോന്നുന്നു. സഹിക്കാൻ പറ്റുന്ന എരിവേ ഉള്ളൂ. എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും തോന്നണില്ല. ബിക്കോസ് എനിക്ക് ഇവിടത്തേക്ക് മരവിച്ചിട്ട് ഒരു തല കറങ്ങുന്ന പോലത്തെ ഒരു ഫീല്. ഇല്ല മരവിച്ച്. ശരി, ഈ ജോളോ ചിപ്പിനെ കാട്ടി കുറച്ച് സീനാണല്ലേ എനിക്ക് തോന്നി. ജോളോ ചിപ്പ് ആ ഒരു കഴിച്ചടിച്ചത് ഇവിടെ നിങ്ങളുടെ ഒരു മരവിപ്പും പിന്നെ ആ ഒരു ഇങ്ങോട്ടേക്കൊന്നുമില്ല. പക്ഷെ ഈ ഒരു ഭാഗം അല്ലേ ഇവിടെയൊക്കെ തരിപ്പാ. ഇവിടെയൊക്കെ തരിപ്പ് വരും. സീരിയസ്ലി ഇവിടെയൊക്കെ തരിച്ചിരിക്കുക. അപ്പൊ ഇത് കഴിക്കുമ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ. അപ്പൊ ഗൈസ് നമ്മൾ ഈ ഒരു ചലഞ്ച് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് എന്നെ കൊണ്ടാവുമെന്ന് തോന്നിയില്ല. ഞാൻ എന്താ ആകെ കഴിച്ചത് 2 സ്പൂണാണ്. അതോടെ എനിക്ക് മനസ്സിലായി. ബിക്കോസ് ഇവിടെ മൊത്തം നമുക്കിങ്ങനെ ഒരു മരവിപ്പ് ഫീൽ ചെയ്യുന്ന മൊത്തം. രാമോണ്ട് ഞാൻ സമ്മതിച്ചിരിക്കണ്. എങ്ങനെ കഴിച്ചടാ? അത് കഴിക്കുക, ഐസ്ക്രീം കഴിക്ക്. ഐസ്ക്രീം കഴിച്ചിട്ട് സംസാരിക്കാം. ഇത് ആക്ച്വലി എവിടെ അരിവെന്ന് അറിയോ? അതെ അതല്ല എനിക്കില്ലേ, നാവ് പുറത്തിടാൻ പറ്റുന്നില്ല. ചുണ്ടിന് പിന്നെ ഇവിടെ ഒരു മരവിപ്പുണ്ട്. ഇത്രയും ഭാഗം നമുക്ക് മരവിച്ചിരിക്കും. ബുൾഡോസർ പേര് മാറ്റി ബുൾഡോസർ ബുൾഡാക്ക്. അപ്പൊ ഗൈസ് അങ്ങനെ ഈ ചലഞ്ചിൽ രാമൂട്ടൻ ജയിച്ചിരിക്കുകയാണ്. കുഴപ്പമില്ല, നീ ജയിച്ചോ. എനിക്ക് ഇത്രയും ചലഞ്ച് ഒരു ഐസ്ക്രീം കഴിച്ചപ്പോൾ എരിപോയി. ഇപ്പൊ എരിപോയി. കാരണം ആ സമയത്ത് ഒറ്റ ഒരു കവള ഐസ്ക്രീം കഴിച്ചപ്പോൾ എന്റെ എരിപോയി. അത്ര എരിവേ ഉള്ളൂ. അത്രയൊന്നുമല്ല കേട്ടോ. എന്നത് ഇവിടെ നിന്ന് ഇപ്പോഴും മരവിപ്പ് അറിയിട്ടില്ല. എനിക്ക് അത്രയും എന്നെ കുറഞ്ഞു മഴയില്ല. പക്ഷേ അത്രയില്ല, എരിവൊന്നുമില്ല. കരച്ചിൽ നിർത്തിയിട്ട് പറയും. സഹിക്കാൻ പറ്റുന്ന എരിവേ ഉള്ളൂ. അപ്പൊ ഗൈസ് നമ്മൾ അങ്ങനെ ചലഞ്ച് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഈ ഒരു ചലഞ്ചിനകത്ത് രാമൂട്ടൻ ജയിച്ചിരിക്കുകയാണ്. എല്ലാ ചലഞ്ചിലും ഒന്നുമല്ല, അത്ര എരിവില്ല. പക്ഷെ കുറച്ച് ടൈം ഒരു പുകച്ചില് പിന്നെ ഇവിടെ ഒരു മരവിപ്പ് അങ്ങനത്തെ ഒരു ഫീലാണ്. ആൻഡ് കുട്ടികൾ കഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് കഴിക്കുക. ഓക്കെ ഗൈസ്, അപ്പൊ ഇനി വേറൊരു ചലഞ്ച് ആയിട്ട് ഇനി വേറൊരു ചലഞ്ച് ഞാൻ എന്തായാലും ജയിക്കും എന്നുള്ള അതിദൃഢമായ തീരുമാനത്തോടു കൂടി നമുക്കിനി അടുത്ത ചലഞ്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്.